വൈകിട്ടത്തെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെക്കുന്ന ഒരു ഗ്യാപ്പിൽ കുറച്ച് നേരം ഞാൻ എന്തെങ്കിലും ത്രെഡൊക്കെ കെട്ടാറുണ്ടെങ്കിൽ കെട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്ത് കണ്ണൻകുട്ടീനെയും കളിപ്പിച്ചൊക്കെയാണ് കേട്ടോ അവിടെ ഇരിക്കാറുള്ളത്. ഏകദേശം ആ സമയത്ത് തന്നെയാണ് കല്യാണി ട്യൂഷനും കഴിഞ്ഞ് വരാം. പിന്നെ വിളക്ക് വെക്കലായി, പിന്നെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ തുടങ്ങും. അപ്പോൾ കല്യാണി ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് നേരം അഞ്ജനക്കുട്ടിയുടെ കൂടെ ഇരുന്ന് എന്തോ പടമൊക്കെ വരച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ടിൽ. അപ്പോൾ കണ്ണൻകുട്ടിക്ക് ഫ്രണ്ടിൽ അങ്ങനെ വിളക്കൊക്കെ വെക്കുന്ന സമയത്തൊക്കെ കൊണ്ടുവന്നിരുത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവനെ സംബന്ധിച്ചിട്ട് അവനെപ്പോഴും അപ്പോൾ അകത്ത് തന്നെയാണല്ലോ. നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഈവനിങ്ങിലൊക്കെയാണ് അവനെ കൂടുതലും പുറത്ത് കൊണ്ടുവരിക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം മഴയാണെങ്കിൽ മഴയുടെ തണുപ്പ്, വെയിലാണെങ്കിൽ അവിടെ ഷീറ്റൊക്കെ അടിച്ചിരിക്കുന്നത് കാരണം ചൂട്, അപ്പം അങ്ങനെയൊക്കെ ആയിട്ടല്ലേ. പിന്നെ ഞാനും കാണുന്നത് എപ്പോഴും അകത്ത് തന്നെയാണ്. പിന്നെ ഞങ്ങൾ തന്നെയല്ലേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ അഞ്ജന വന്നിട്ട് കല്യാണിയുടെ കൂടെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നത് കണ്ടപ്പോൾ അതൊക്കെ നോക്കി കുറേ നേരം ഇങ്ങനെ ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കസേരയിൽ ഇരിക്കുകയായിരുന്നു, അവൻ്റെ സീപ്പി ചെയറിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് വിളക്കിൻ്റെ മുന്നിൽ ഇനി മുകളിൽ കയറി ഇരിക്കേണ്ടടാ കണ്ട, താഴെ ഇറങ്ങിയിരിക്കും. നമ്മൾ അങ്ങനെ പറയില്ലേ വിളക്ക് വയ്ക്കുമ്പോൾ കസേരയിൽ കയറി ഇരിക്കരുത് എന്നൊക്കെ. അപ്പോൾ കണ്ണനെ സംബന്ധിച്ച് അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു കണ്ണാൻ വാ, നമുക്ക് താഴെ ഇരുന്നിട്ട് നാമൊക്കെ ചെല്ലാം. അപ്പോൾ കല്യാണിക്ക് അഞ്ജന ഉണ്ടാക്കി കൊടുത്ത എന്തൊരു സാധനമായിരുന്നു കേട്ടോ, ഒരു ബോക്സ് പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് കേട്ടോ കല്യാണിക്കുട്ടി. അങ്ങനെ ഞാൻ കണ്ണൻകുട്ടീനെ എടുത്തിട്ട് കുറച്ച് നേരം താഴെ ഇരുന്നു കേട്ടോ നാമം ചെല്ലാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് നേരം ചേട്ടനും ഞങ്ങളുടെ അടുത്ത് വന്നിങ്ങനെ ഇരുന്നു. നമുക്ക് ഞാൻ പറയാറുണ്ടല്ലോ എപ്പോഴും എനിക്ക് ഏറ്റവും ഒരു മനസ്സിനൊക്കെ ഒരു സന്തോഷം തോന്നുന്നൊരു സമയമാണ് ഈവനിങ് വിളക്കൊക്കെ വെച്ച് കുറച്ച് നേരം നാമൊക്കെ ചൊല്ലി ഇരിക്കുന്നത്. മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നും. രാവിലെ എന്ന് പറഞ്ഞാൽ പണി 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 തന്നെയാണ് നമുക്ക്. ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് നമ്മളോട് തന്നെ ഒരു വെറുപ്പൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഈ പണിയൊന്നും ഒതുങ്ങിയിട്ടൊന്നും മിണ്ടാതിരിക്കാനൊരു നേരം ഇല്ലേ എന്നൊക്കെ എനിക്ക് തന്നെ തോന്നാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ മിണ്ടാതിരിക്കുന്ന കുറച്ച് നേരം ഉണ്ടെങ്കിൽ ഈ വിളക്ക് വെച്ചിരിക്കുന്ന നേരമാണ്. കല്യാണിക്കുട്ടി ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. കാരണം കൈ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിളക്കിൻ്റെ അടുത്തേക്കൊക്കെ കൈ കൊണ്ടുപോകാതിരിക്കാനായിട്ട്. പക്ഷെ ഞാൻ കുറച്ചിങ്ങോട്ട് നീങ്ങിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങളും കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് നാമൊക്കെ ചൊല്ലി അങ്ങനെയൊക്കെ ഇരുന്ന്. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ പൊറോട്ട മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കാണുന്ന അങ്ങനെ പൊറോട്ടയൊന്നും കൊടുക്കാറൊന്നുമില്ല. അത് അത്ര നല്ലതൊന്നല്ലല്ലോ, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ മേടിച്ചിട്ട് വരുന്ന സാധനങ്ങൾ. അപ്പോൾ കണ്ണൻകുട്ടിക്ക് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ കല്യാണി ഇത് കണ്ടു, പൊറോട്ട ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അവൾക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളെ തുറന്നപ്പോൾ ഇവനും അത് കണ്ടു. ഇവനത് കണ്ടപ്പോൾ ഇവനത് വേണം. പക്ഷെ അവനെന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, കഴിക്കേണ്ട സാധനത്തിൽ അവനാഗ്രഹം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് കൊടുത്തില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ചിലപ്പോൾ അവന് കഴിക്കാൻ പറ്റാത്ത സാധനമാണെങ്കിൽ ഞാൻ പൊടിച്ചോ അരച്ചോ എങ്ങനെയെങ്കിലുമൊക്കെ അവന് കൊടുക്കാറുണ്ട്. അപ്പോൾ അവനത് അതിന് ആഗ്രഹം കാണിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് അവന് അങ്ങനെ പൊട്ടിച്ചൊക്കെ വെച്ച് കൊടുത്തപ്പോൾ അവൻ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവന് ഇപ്പം അങ്ങനെ